അപ്പോ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് എടുക്കറ ലൊക്കേഷൻ പ്ലാൻ ആക്കിട്ട് ഒരു ട്രിപ്പ് ഉണ്ട്. അവിടെ പ്ലാൻ ആക്കിയിട്ടില്ല. അപ്പൊ 4-5 ദിവസത്തെ ട്രിപ്പാണ്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നുള്ളത് വയനാട് വഴി ഊട്ടിയിലേക്ക് പോയി എന്നിട്ട് റിട്ടേൺ കോഴിക്കോട് വഴി നാട്ടിലേക്ക്. അപ്പൊ 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പൊ മിച്ചം എന്താ പറയാനുള്ളത്? മിച്ചെന്ത് പറയാനുള്ളത്? ഷാക്കിറെ, അപ്പൊ ട്രിപ്പിനെ കുറിച്ചിട്ട് എന്ത് പ്ലാൻ? എന്ത് ഒരു പ്ലാൻ ഇല്ലാത്ത ട്രിപ്പ്. 1 2 3 4 എന്തിനു പോലെ നമുക്കറിയാല. പുടിച്ച് കയറ്റിനി ഈ വണ്ടിയിൽ. എന്റെ ലഗേജ് എടുത്തില്ല ഈ വണ്ടിയിൽ. തമാശ ഇല്ല. ഡ്രസ് എല്ലാം ഇപ്പൊ പോകുമ്പോ എടുത്തിട്ടാണോ? അല്ല, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. നമ്മളത് മതി. അത്രേ ഉള്ളൂ. ലൊക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഏടത്തോളം പോകുന്നു, വണ്ടി അടുത്തോളം പോകുന്നു. 12 കഴിഞ്ഞ പമ്പ് ഇല്ല. എന്തായാലും അത്രേ ഉള്ളൂ. ചായ കുടിക്കാൻ നിർത്തുന്ന ചായ കുടിക്കാൻ അടുത്ത് നമ്മള് സ്റ്റോപ്പ് ഇല്ലടാ. റിട്ടേൺ ഇപ്പൊ തന്നെ പോവാ. തിരിച്ചിട്ട് കാഞ്ഞങ്ങ എത്തുമ്പോ ട്രിപ്പ് വേണ്ട. അത്രേ ഉള്ളൂ. ആരെങ്കിലും ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ആരെങ്കിലും അല്ല, ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജിപേ ആക്കാം. പാവം വിശക്കണു. നീ ആക്ടിങ് ചെയ്ത് റിയലൈസ് അറിയുന്നില്ല ഇപ്പൊ. ഓനെ കാണിക്കറാ. ഇതാ ഡ്രൈവർ പൾബർ. ചെരുപ്പ് കട്ടോണ്ട് പോന്നു. ഡ്രസ് എടുക്കാൻ പോകുന്നു. പെരുന്നാൾ ചെരുപ്പ് കട്ടോണ്ട് പോകും. അപ്പൊ നമ്മളിപ്പോ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതില് ഫ്യൂൾ എത്രണ്ട്? 4 കിലോ ഫ്യൂൾ ഉണ്ട്. അപ്പൊ 500 ഉണ്ട്. എന്ത് കാണുന്നില്ല? സ്പെക്ക് എടുക്കുക. കണ്ടുപിടിച്ചതോ പ്രൊമോഷൻ എല്ലാം കാണുന്നില്ല. പാട്ടോണെങ്കിൽ കോപ്പറേറ്റ് ചെയ്യല്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടല്ലേ? കോപ്പിറൈറ്റ് വീറാ. ബാക്ക്ഗ്രൗണ്ട് പാട്ടിയിൽ വെച്ചതല്ല ഞാൻ പാടിയത്. അല്ല കേട്ട നിന്റെ ട്രിപ്പ് പകുതി ഒരിക്കലും ജസ്റ്റ് മാപ്പ് വെക്കല്ലേ. ഓപ്ഷൻ ഉള്ള ഇതെന്തിനറിഞ്ഞ വെച്ചിനാ പാട്ട് വെച്ച യൂട്യൂബിലല്ല വെക്കുന്നത്. അപ്പൊ എങ്ങനെ വരുന്നത്? അതിനാക്കിയ മതിയല്ലേ? സെറ്റിംഗ് ഉണ്ടില്ലേ? എന്ത് സെറ്റിംഗ് ഉള്ള മാപ്പ് വെക്ക്. മാപ്സ് ഇത് മാപ്പ് കണ്ണ് കാണുന്നില്ലടാ. ബൈക്ക് തമാശല്ല. നേരെ ബൈക്കുന്നേ. അപ്പൊ ഇത്ര നേരം താമസിക്കണേതാ? ഗൂഗിൾ മാപ്പ് ചെന്നൈ കേക്ക് പാവാ. അവിടെ വയനാട് ഈ മുണ്ടാതിര രാശി. 1 മിനിറ്റ് അത് ചെല്ലും മിനിറ്റാണ് ഇത്ര നേരം ബായാക്കുന്നതിന്. മുണ്ടാതിരി അതന്നെ കാണിക്കുന്ന. നീ ബായ് കേൾക്കണ്ട. ഇത് നോക്കിട്ടായിട്ട് ഇത് നോക്കി നമുക്ക് വയനാട് എത്തുന്ന ഇല്ലാലേ. നോക്കിയെങ്കിൽ നിങ്ങൾക്ക് നോക്കുന്ന പണി എന്ത്? അപ്പൊ ട്രിപ്പ് പ്ലാൻ ഇല്ലാതെ പോകുന്ന അതുകൊണ്ട് അടി നടക്കുന്നുണ്ട്. അങ്ങനെ പോയി സ്റ്റോറേജ് ഇല്ല. തീരുന്നു. അതിനെ ബാക്കിലേക്ക് നമുക്ക് പോകുന്ന വഴിയില്ലെങ്കിൽ വയനാട് വഴി ഊട്ടി ടച്ചാണ്. നല്ല റൂട്ട്. മായിന്ന് പെട്രോൾ അടിച്ചിട്ട് അവിടുന്ന് കട്ടിട്ടിട്ട് നേരെ വയനാട്. അപ്പൊ നമ്മ കോഴിക്കോട് കൊച്ചി കോഴിക്കോട്ടിലെ പെരുന്നാൾ രാഷ്ട്രീയ കൊച്ചി എന്തിനു പോന്ന? കോഴിക്കോട് നമ്മ സ്റ്റേ ആക്കാം. വരുമ്പോ റിട്ടേൺ വരുന്ന ബൈ കോഴിക്കോട് മാത്രമല്ല. ഓട്ടിയാ നീ ടെൻഷൻ ആക്കണ്ട. നിക്കൊന്നും വേണ. അങ്ങനെ ഗൈസ് നമ്മള് വയനാട്ടിലേക്ക് എത്താൻ പോകുന്നുണ്ട്. ഈങ്ങാടി പാലത്താന്നുള്ളത്. എത്ര കിലോമീറ്റർ ഉണ്ട് വയനാട്ടിലേക്കോ? വയനാട് ചുരം കയറാൻ 4 കിലോമീറ്റർ. ഏകദേശം അല്ലേ? എത്താറായി. അപ്പൊ വയനാട് മുമ്പുള്ള പാലത്തിലാണ് നമ്മൾ. അപ്പൊ ഗൈസ് പറയാനുള്ളത്, പ്ലാൻ ചെയ്ത് എടല പോകുന്നു.
നമ്മള് വയനാട് ചുരം പോയിട്ട് മണ്ണിച്ചലെല്ലാം ഉണ്ടായിട്ട് എല്ലാം പോയി വിസിറ്റ് ആക്കാൻ പോവാം. സെറ്റ് നോക്കല്ല എന്തിനാ? ക്യാമറയിൽ എന്തിനാ? പൊട്ടു അതിന്റെ പല ഇത് നോക്കുക മിച്ചിന്റെ ഓൺ ടൈമിൽ നമ്മൾ ഇപ്പൊ റീൽസ് എടുക്കാൻ പോകുന്നുണ്ട്. ഓൺ ടൈമില് എന്ത് പറയുന്നത്? ഓൺ ടൈമിൽ അടച്ചിൽ പ്രൈം ടൈം. അപ്പൊ ഈ മൈക്ക് നിന്റെ അടുത്ത് ഇരിക്കട്ടെ, ഒണിപ്പിച്ചിട്ട് വെച്ചോ, വീട്ടിൽ കാണാൻ പാടില്ല. അത് ഇങ്ങനെ സോറി മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചോ, അടി അടി. അല്ല, മൈക്ക് വെക്കാനുള്ള സംവിധാനം ഇത് തന്നെയാ. ഉള്ളിലൊരു മാഗ്നറ്റ് ഉണ്ടാവും. പിന്നെ അത് വെക്കാം. ചില ആൾക്കാർ ഇല്ലല്ലോ എങ്ങനെ വെക്കുന്നത്. തുറക്കല്ല, ആ മൈക്കിനെ സൈഡിലൊന്നില്ല. അങ്ങനെ ഓക്കെ. ഉറക്കം. എന്തരല്ല വിഷ്ണു ചെല്ല പോലെ കേക്കുന്നു. വിഷ്ണു ജഗതി ആ ബരമിച്ചോ ആ ബാബാ എടുത്തോണ്ട് ക്യാമറ ക്യാമറ ഇതടാ കറക്റ്റ് ഇതടാ. ഹലോ അസ്സലാമു അലൈക്കും. മാസ് ലുക്കിൽ സാധാരണക്കാരനെ പോലെ വരുന്ന മിച്ചുക്ക. അങ്ങനെ ഇതുവരെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓൾവേസ് ഫോളോ ട്രാഫിക് റൂൾസ്. താങ്ക് യു. പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. കാണാം. വീണ്ടും നമ്മൾ നിങ്ങളെ വെറുപ്പിക്കാനായി വരുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ, സീ യു. ടുണ്ടും ടാടാവ്.